ചെറിയ മക്കളാണ്. എൻ്റെ മൂത്ത മോള് പ്രായം തികയാതെ ഉണ്ടായതാണ്, മാസം തികയുന്നുണ്ടായത്, പ്രായം തികയുന്നത് മാസം തികയുന്നുണ്ടായതാണ്. അപ്പോൾ അവളെ സ്കൂളിൽ അങ്ങനെ ചേർത്തിയിട്ടില്ല. ഓക്കെ, ഉണ്ട്, നീ വന്ന് മാറ്റി തരുമോ? ഷോ നിയ ഫാത്തിമ, ഞാൻ വന്നാലും നിൻ്റെ കേട് മാറുന്നു തോന്നുന്നുണ്ടടി, നിൻ്റെ കുഴപ്പങ്ങൾ തീരും തോന്നുന്നുണ്ടടി. വല്ല ആനയുടെ അടിയിലും പോയി കെടുക്കടി, നിൻ്റെ കേട് മാറിക്കോളും കേട്ടോ. നിയ ഫാത്തിമ, ആന ആന എവിടെയെങ്കിലൊക്കെ പാലക്കാടുണ്ട് ആന, പാലക്കാടല്ല ചാവക്കാടുണ്ട് ആനയുടെ കേന്ദ്രം. അവിടെ പോയിട്ട് ആനയുടെ അവിടെ നിന്ന് കൊടുക്കും കേട്ടോ. നിയ ഫാത്തിമ, നിൻ്റെ കേട് അവിടെ കൊണ്ടേ തീരും. ഞാൻ വിചാരിച്ചാലും നിൻ്റെ കേട് തീരൂല. നോമ്പല്ലേ, ഒന്നും പറയണ്ട. നീച്ചക്കനാ, നമ്മുടെ സ്വത്ത് നീച്ചക്കനാ. താത്താൻ്റെ ചുണ്ടെന്താ തടിച്ചു നിൽക്കുന്നേ? എന്ത് ചെയ്യാം, ആയിക്കോട്ടെ, എന്തായാലും നല്ല രസമുണ്ട്. നീ പൊടി തടിച്ച് മോളെ, ഞാൻ അത്ര തടിയൊന്നുമില്ലടി, പൊടി കേട്ടോ. വിക്ടർ ഹായ്, ഒന്ന് ഡാഷ് തരുമോ? തൽക്കാലം അമ്മേനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. എല്ലാ ദിവസവും താത്ത ഇതുപോലെ സംസാരിക്കണം. മുസ്തഫ ഹായ്, ഖാലിദ് ഹായ്. ഹായ്, നോമ്പുണ്ടോ? അനസോ, എന്താ പണീന്? ഇവിടെ വരിക. താത്താക്ക് എത്ര മക്കളാ? 3 പേര്, 3-4. നോട്ടം ഹൃദയത്തിലേക്ക്. നോമ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ താഹിറ സുബൈർ. നോമ്പുണ്ടെങ്കിൽ എന്താണ് പറ. എടാ, സ്ത്രീകളല്ലേ, സ്ത്രീകൾക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റാതെ വരുന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? സ്ത്രീകൾക്ക് എന്തുവാട്ടത് ഇപ്പോടാ കുതിരയുടെ ചുണ്ട് ആണോ? എടി, എൻ്റെ കെട്ടിയോനല്ലേ സഹിക്കുന്നത് എൻ്റെ കുതിരയുടെ ചുണ്ടാണെങ്കിൽ. ഇനി നീയാണോ പൊടി? നിയാസ് കല്യാണം മനസ്സിലായില്ല. റജബും കടന്ന് ഷഹബാനണഞ്ഞ് റമദാനിലേക്ക് വരുമോ? റഹമത്ത് തന്ന് പാപം പൊറുത്ത് ഇതുക്കും നമുക്ക് തരുമോ? മക്കൾ എത്ര വയസ്സുണ്ട്? ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അകം പൊള്ളയാക്കി പുറവും മിനുക്കി കഴിയും നമുക്കെന്നോർക്കാം. അഹദിൻ്റെ നോട്ടം ഹൃദയത്തിലേക്ക് എന്നൊന്നറിഞ്ഞിരിക്കാം. സൻഹ പൊടി. ഇത്താത്ത നോമ്പെടുത്ത് ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല, അറിയില്ലേ? ഞാനതിന് ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടോയെന്ന് നോക്കി നോക്ക്, ശരിക്കും നോക്കി നോക്ക്. തലേ ദിവസം രാത്രിയാകുമ്പോൾ നമ്മൾ ബീട്രൂട്ട് അത് നല്ലോണം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അത് എന്തിലിടുക, നെയ്യിൽ അങ്ങോട്ട് കുറുക്കിയിടുക. എന്നിട്ട് രാത്രി തേച്ച് നോക്കാം, ചുണ്ട് നല്ല ചുവന്ന നിറം ഉണ്ടാവും നേരം വെളിച്ചാകുമ്പോഴേക്കും. ഓക്കെ, പാവം ഹസ്ബൻഡ് സഹിച്ചല്ലേ പറ്റൂ. നിയ ഫാത്തിമ, എന്നാൽ നീ ഏറ്റെടുത്തിട്ട് നിയ ഫാത്തിമ വേണോ തരാടി? നിനക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ ഷോ, പാവം ഹസ്ബൻഡ് സഹിച്ചല്ലേ പറ്റൂ. പടേ അഫ്രാഹ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തുവാടാ നീ എഴുതിയിരിക്കുന്നത്? ഒരു കളി കിട്ടുമോ? പിന്നെന്താ അങ്ങോട്ട് പോകുന്നു? നോമ്പിൻ്റെ ഫുഡ് പറയൂ. നോമ്പിൻ്റെ ഫുഡ് എന്താ? തരിക്കഞ്ഞി, വെള്ളം കലക്കിയത്, കായ വറുത്തത്, ചായ, പിന്നെ ചോറ്, മീൻകറി, അതൊക്കെ തന്നെ. ഓക്കെ,
ഓക്കെ, എൻ്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ. നമ്മൾക്ക് മീറ്റ് ആക്കിയാലോ? എന്താ ഇത്, ഭർത്താവിന് വേറെ ഒന്നും പണിയില്ലേ ചേച്ചിക്ക്? ഇല്ലടാ, അപ്പം തന്നെ പണി. ഓക്കെ പടാ. ഓക്കെ, ഞാൻ പിന്നെ വരാം കേട്ടോ, എനിക്കും വയ്യ, കഴിയട്ടെ.